ഇടുക്കി രാജാക്കാട് കൊച്ചുമുല്ലക്കാലത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ തീയിട്ട് നശിപ്പിച്ചു. ഇത് മൂന്നാം തവണയാണ് ചുഴിക്കരയിൽ രാജേഷിന്റെ ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ കത്തിക്കുന്നത്. മുൻപ് ഓട്ടോറിക്ഷ കത്തിച്ചപ്പോഴും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കൊച്ചുമുല്ലക്കാനം കവലയിലെ ഓട്ടോ തൊഴിലാളിയാണ് രാജേഷ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ ഇരുചക്ര വാഹനത്തിലെത്തിയ സംഘം കത്തിച്ചത്. സംഘം ഇരുചക്ര വാഹനത്തിലെത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇതിനു മുമ്പുണ്ടായിരുന്ന 2 ഓട്ടോറിക്ഷകളും സമാന രീതിയിൽ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചിരുന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും പ്രതികളെ നാളിതുവരെയായിട്ടും കണ്ടെത്തിയില്ല. മൂന്നാമത്തെ ഓട്ടോറിക്ഷയും പൂർണ്ണമായിട്ടും കത്തി നശിച്ചു. ആദ്യ തവണ കത്തിയപ്പോൾ പ്രതിയെ തെളിവില്ലാതാൽ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത് ഇന്നലെ രാത്രി എൻ്റെ വാഹനം തീയിട്ട് നശിപ്പിച്ചിട്ടുള്ളത്. അത് തീയിട്ട് നശിപ്പിക്കുകയും ആദ്യം പ്രകാരം രാജാക്കാട് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് കേസെടുത്ത് അന്വേഷണം നടന്നു വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഏകദേശം 1:30 കൂടിയാണ് എൻ്റെ വാഹനം തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നത്. അയൽവാസി എൻ്റെ വീട്ടിലേക്ക് വാഹന സൗകര്യം ഇല്ലാത്തതിനാൽ ഞാൻ അയൽവാസിയുടെ വീട്ടിലാണ് വാഹനം ഇട്ടിരിക്കുന്നത്. അയൽവാസി വിളിച്ചറിയിച്ചതനുസരിച്ച് ഞാൻ സമീപത്ത് സ്ഥാപിച്ചിട്ട് CCTV നോക്കുമ്പോൾ വാഹനം ഒരാൾ വന്ന് അഗ്നിക്കിരയാക്കുന്നതാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷകൾക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും മതിയായ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്നും രാജേഷ് പറയുന്നു. മാതൃഭൂമി ന്യൂസ്, കുമളി.